ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ചെറിയ ട്രിപ്പ് പോവാണ് ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ. അപ്പോൾ ഇവിടെ തായ് ബുദ്ധ ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ ലീവ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ രണ്ട് പ്ലാനേഴ്സ് പറഞ്ഞ് നമുക്ക് പ്ലാൻ ചെയ്തിട്ട് ഒരു സ്ഥലത്ത് പോകാം. എന്താണ് എവിടെയാണെന്നൊന്നും അറിയില്ല. പിന്നീടാണ് ഇവർ പറയുന്നത് കാവ്യ എന്നുള്ള സ്ഥലത്താണ് പോകുന്നതെന്ന്. ഞാൻ ഇതുവരെ പോയിട്ടില്ല, അപ്പോൾ എനിക്ക് വലിയ അറിവൊന്നുമില്ല അത് എവിടെയാണെന്നൊന്നും. അപ്പോൾ കുറച്ച് ട്രാവൽ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഉച്ച ആവുന്നതിന് മുമ്പുള്ള സമയത്ത് ഇറങ്ങി 11 മണി സമയമാണ്. ആദ്യം ഫുഡ് കഴിച്ചിട്ട് വേണം ശുഭകാര്യങ്ങളിലേക്ക് കിടക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആദ്യം ഫുഡ് കഴിക്കാൻ പോവാണ്. പൈസ എടുക്കേണ്ടി വരും. ഇവിടെ നിന്ന് അവിടം വരത്തെ വണ്ടിയോ വേണ്ടിയോ? ഇതിങ്ങനെ പോകില്ലല്ലോ, എന്നാ വേണ്ടേ? അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് PB വാലിയാണ്. അതൊരു മുന്തിരിത്തോപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എത്ര ഏക്കർ കണക്കിന് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ സുനീഷാറിനൊക്കെ ഇവർ ആദ്യം പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നല്ല വൈബുള്ള സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ ഇനി അടുത്ത പോകുന്നത്. ഹായ്, ഈ വള്ളികളിലൂടെയൊക്കെ പോവാ. കാണാൻ നല്ല രസമുണ്ട്. സൈക്കിളുണ്ട പൊളിച്ചാൻ. അയ്യോ എന്ത് രസമായിരിക്കും. അല്ലാണോ? അതിലെ പോവാ. ആ അതെ, എന്നാ വാ വാ. മുന്തിരിക്കോല കാണിച്ചു കൊടുക്കാം. നിങ്ങൾ തിരിച്ചു നടക്കരുതേ, ഇങ്ങോട്ട് വാ. ആന്ന് അല്ലേ? അല്ലടി, ആ കറുത്ത ഉണ്ട കണ്ടപ്പോ മുന്തിരിക്കൊല. അപ്പൊ ഇത് എന്തിന്റെ കൊലയത്? സോറി ഗൈസ്, പിന്നെ ഞങ്ങൾ തേച്ചു. ഞങ്ങൾ തേച്ചു. ഇത് മുന്തിരിക്കൊല ഒന്നല്ല, ദൂരെ നോക്കുമ്പോ മുന്തിരിക്കൊല പോലെ. മുന്തിരിന്റെ വള്ളി തന്നെ. എവിടെടി? ഇവിടെ. ആ അതെ, കണ്ടോ? ഇതാ മുന്തിരി വൈനറി. ആ പക്ഷേ ഇതൊക്കെ കുടിക്കാം. ഇത് വാങ്ങുന്ന സ്ഥലല്ലേ? മുന്തിരിയാന്ന് പറയുന്നേ? ആ ശരി. ഓൾഡ് ഫാഷൻഡ്. ഓ ബീഫ് ജർക്കിയാ? ഇവിടെ എന്താ ഉണ്ടാവുമ്പോ കുടിക്കാനാണ്. എന്തായാലും ഉണ്ടോ നോക്കാം. PB വാലിയിൽ എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ബുദ്ധ ഡേ ആയതുകൊണ്ട് തന്നെ അവിടെ സർവീസുകളൊക്കെ വേഗം കഴിഞ്ഞ്. അപ്പോൾ ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് സൈക്കിളില്ല, വണ്ടിയില്ല, അതിൻ്റെ ഷെഡ്യൂളൊക്കെ കഴിഞ്ഞ്. അപ്പോൾ പിന്നെ അധികം ചുറ്റി നടക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോയി. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോപ്സൊക്കെ കുറേയൊക്കെ ക്ലോസ്ഡ് ആണ്. ബുദ്ധ ഡേ ആയതുകൊണ്ട് ഈ ഡ്രിങ്ക്സും കാര്യങ്ങളൊന്നും കൊടുക്കൂല. അതുകൊണ്ട് വൈനും കുടിക്കാൻ പറ്റിയില്ല. ഒരാൾക്കൂട്ടം കണ്ടപ്പോൾ ഇറങ്ങി നോക്കിയതാണ്, എന്തെങ്കിലും കാണാനുണ്ടാവും വിചാരിച്ചിട്ട്. ഞാൻ ട്രെക്കിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല കേട്ടോ ഉദ്ദേശിച്ചത്. നിങ്ങൾ ഉദ്ദേശിച്ചത് അതാണോ? ഫോറസ്റ്റ്. അത് അവിടെയൊക്കെ എന്തോ ഉണ്ട്. ഓക്കെ, അപ്പൊ ശരി എന്നാ. അതും അടച്ചു. അതെ പക്ഷേ എന്തോണ്ട് കരിക്കുന്ന. വാ, പൊരിക്കുന്നേം കരിക്കുന്നൊക്കെ ഇവിടെ ഉണ്ട് ഈ ഭാഗത്ത്. ഞങ്ങൾ ഇറങ്ങിയതിൻ്റെ അവിടെ തന്നെ മാർക്കറ്റ് പോലെ ഒരു കുഞ്ഞി സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ ഇനിയിപ്പോൾ റിസോർട്ടിലേക്ക് പോവുകയാണ്. അധികം കറങ്ങി തിരിയുന്നില്ല, കാരണം അത് ഇരുടാവാൻ തുടങ്ങി. ഞങ്ങൾ വന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളൊരു വെതർ മൊത്തം ഒരു റെയിനി ടൈപ്പ് വെതറാണ്. റെയിനി സീസൺ ആണെന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ അല്ലേന്ന് ചോദിച്ചാൽ ആണ്. അങ്ങനെ
ഈ ഭാര്യനും ഭർത്താവിനെയും കൊണ്ട് ഓക്കെ അല്ലേ ഓക്കെ അല്ലേ മൂപ്പർ റെഡി വേണ്ടമ്മ വേണ്ട ഇതൊക്കെ എപ്പോഴാ കഴിക്കാ പൂളറിയോ അതിന് എവിടെയാ കണ്ടുപിടിച്ചിരിക്കും കാണാൻ ഇതാന്ന് തോന്നുന്നു കിഡ്സ് സെക്ഷൻ. ഞാനിവിടെ ചാടാ. അത്ര സോൾഡ് ഇല്ല. അവിടെ പോയി ഡൈവ് ചെയ്യുന്ന അത് സുനീഷേട്ടൻ പോകുന്നതാ അല്ല. ഇനി വരൂല അയാളിനി വരില്ല. ഇറങ്ങി ഇല്ല അതാ പോന്ന. പഴയ ജിംനാസിയം എന്നൊക്കെ പറയുന്ന പോലെ പണ്ട് ഈ ഡ്രീം വേൾഡിലും വീഗാലാൻഡിലും സിൽവർ സ്റ്റോമിലൊക്കെ പോകാൻ ഇങ്ങനെ കുത്തി മറിഞ്ഞ് നടക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു സ്ലൈഡ് കയറാൻ ഒരു ട്രോമ പോലെയാണ്. എന്തോ വെള്ളത്തിൽ മുങ്ങി ചാവുമെന്നോ എന്തോ ഒന്ന് പേടി കുടുങ്ങിയിട്ട് തീരെ അപ്പത്തൊന്നും വയ്യാണ്ടായി. പ്രായത്തിൻ്റെ ആയിരിക്കും. ഇതെന്താ നഗറ്റാ രണ്ടൊന്നാ? ഇത് തവള ഇറച്ചി. ഇപ്പം ഇവിടെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് പറഞ്ഞിരുന്നത്. ഡിന്നർ ഞങ്ങൾ പുറത്തു പോയിട്ട് സീ ഫുഡ് ഫ്രൈഡ് റൈസും പിന്നെ വൈകുന്നേരം ഞങ്ങൾ വാങ്ങിയ കുറേ സ്ട്രീറ്റ് ഫുഡ് ഐറ്റംസും ഒക്കെയാണ് ഞങ്ങൾ രാത്രി കഴിച്ചത്. അതല്ല കുട്ടി, അത് ഇതല്ലേ അത് വേണം കുട്ടി. ക്രോക്കഡൈലർച്ചിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. അയ്യോ എന്നതേമേ ഓ ക്ലോസ്ഡാ. പോട്ടെ. എന്നെ വിളിക്കും ഒരാള്. ശരി എല്ലാരും എണീച്ചാ. ഫുഡ് കണ്ടേ? ഫുഡ് 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 എങ്ങട്? ഞാൻ നടന്നു വന്നു കുറച്ച്. അവിടെ ഇവിടെ വേണ്ട ബ്രെഡ് കഴിക്കാം അല്ലേ? പിന്നല്ല വന്നേ എന്തിനാ വന്നേ? കഞ്ഞി ചിക്കൻ കഞ്ഞി മുട്ട ഉണ്ടല്ലേ? ഇതല്ലേ അതൊന്ന് ഇത് ഒരു ഒറ്റ ടീ ബാഗ് ഇട്ടിട്ട് ഫിഷ്കാണ്ടികള് അത് വാളിയും വെള്ളമായല്ലോ. ഇത് തോല് ഷെഡ് ചെയ്യുന്നതാണ്. ഹലോ, അപ്പോൾ നമ്മളിപ്പോൾ ഫുഡൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ 10 മണിയായി. 10 മണിക്ക് നമ്മളിപ്പോൾ വേറെ സ്പോട്ടിലേക്ക് പോകും. ഇതാണ് ഇതൊക്കെയാണ് പ്ലാനേഴ്സ്. ഇനി എങ്ങോട്ടാ പോകുന്നതെന്ന് ഇവരോട് ചോദിച്ചാൽ എങ്ങോട്ടാ അതെവിടെയാ? നാഷണൽ പാർക്കാ?
അപ്പോൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ അടുത്ത പോകുന്ന ഒരു നാഷണൽ പാർക്കിലേക്കാണ്. അപ്പോൾ ഇവിടെ വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇതിങ്ങനെ കുറേ നടന്ന് കാണാനുള്ള പരിപാടിയാണ്. 2 വാട്ടർഫോൾസ്, ട്രീട്ടാണ്, സ്വാൻ, റാക്കാച്ചാർ, മുവാക് ലേക്ക് ഒക്കെ അതിൻ്റെ ഉള്ളിലല്ലേ? അല്ല, ഓ അല്ല, ഞങ്ങൾക്ക് 2 ഭർത്താക്കന്മാരുണ്ട്. അതെ, നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ സിംഗിൾസ് ആണ്, ഇവിടെ നടക്കുന്നവർ വിചാരിക്കും. പക്ഷെ അല്ല, ഞങ്ങൾ ഭർത്താക്കന്മാർ അങ്ങ് ദൂരെ. അയ്യോ എന്റെ ദൈവമേ. നല്ല മണം. എൻ്റെ ചെറുക്കനുണ്ടോ ഇത്? പാവൻ്റെ ചുമ്പുടു അവിടെ കെട്ടിട്ട് എന്തത് വീടല്ലേ? എന്നാ പട്ടി പോട്ടെ. പട്ടി പോകുന്നത് പാവം പട്ടിയാ. പട്ടിക്ക് വഴി കൊടുത്ത ഞങ്ങൾ ഉണ്ടോ പട്ടികളെ അത്രയും ബഹുമാനിക്കുന്നുണ്ട്. അല്ലാണ്ട് നിങ്ങൾ ആരെങ്കിലും നാച്ചുറലായിട്ട് ഓടുന്നുണ്ട്? ആർക്കും തോന്നിക്കാത്ത വിധം നാച്ചുറലായിട്ട് ഓടുന്നു അതുണ്ടാവും. വെള്ളത്തിൽ ചാടി ചത്താലും വേണ്ടിയില്ല, നായ കടിക്കണ്ടെന്നിട്ട് ഓടുക. നായും പുച്ഛിച്ച് നായ പുച്ഛിച്ച് കാട്ടിലൊക്കെ ആരും പോവാത്തോടത്തൊക്കെ പോയത്. എണീച്ച് പോടാ, അവിടെ നല്ലൊരു സ്ഥലമുണ്ട്. വാ, അതങ്ങ് അവിടെ. പക്ഷെ നിങ്ങൾ ആരും ഇറങ്ങണോ? എന്നിട്ട് നമ്മൾ ഇറങ്ങോ? ഹോളിഡേ ആയതുകൊണ്ട് തന്നെ കുറേ പേര് ഇവിടെ ഉണ്ടായിരുന്നു. തായ്ക്കാർ മൊത്തം ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ വെച്ചിട്ട് കുക്കിങ്ങിന് സ്റ്റൗവ് എല്ലാം കൊണ്ടുവന്നിട്ട് ഫുള്ള് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ഭയങ്കര വൈബ് മോഡിലായിരുന്നു. കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ കുറേ ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ സ്വസ്ഥമായിട്ടൊരു സ്ഥലം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ നടന്ന് കളിക്കുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ നേരത്തെ കണ്ട സ്ഥലത്തിൽ കുറേ വാട്ടർഫോൾസും കാര്യങ്ങളായിട്ട് കുറേ നടക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞങ്ങൾ കുറച്ച് പകുതിക്ക് വെച്ച് നിർത്തി. കുറേ റഷും കാര്യങ്ങളും ഹോളിഡേ ടൈം ആയതുകൊണ്ട് കുറേ പേരുണ്ട്. അവിടെ ഐസ്ക്രീം ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വന്നത് ഹൊക്കൈഡോ ഫ്ലവർ പാർക്കാണ്. അപ്പോൾ ഇവിടെ ഭയങ്കര എന്താ പറയുക, ലാവൻഡറും ട്യൂലിപ്സ് ഉണ്ടോ അറിയില്ല കേട്ടോ, കണ്ടിട്ട് അങ്ങനെ തോന്നും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫ്ലവർ പാർക്കാണ്. അപ്പോൾ ഇത് ഓപ്പോസിറ്റ്. അപ്പോൾ നമ്മൾ ക്രോസ് ചെയ്തിട്ട് ഇത് ഇങ്ങനെ ഫോട്ടോ എടുക്കും. കണ്ടോ? ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ് ഈ ഹൊക്കൈഡോ ഫ്ലവർ പാർക്ക്. ഇവിടെ ലാവൻഡറും ഇതൊക്കെ ആയിട്ട് നല്ല രസമാണ് കാണാൻ. ഞങ്ങൾ വന്നത് ഒരു വെയിൽ സമയമായിരുന്നു. വന്നപ്പോൾ തന്നെ കുറേ ക്യാമറക്കാരും ഫോട്ടോഷൂട്ടും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കേണ്ടിയിരുന്നു. ഞാനിപ്പോൾ എടുത്തു കൊടുക്കുന്നത് ഞങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ കേട്ടോ. ഇവരും ഇവിടെ കവ്യായിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളങ്ങനെ മീറ്റ് ചെയ്തിട്ട് യാദൃശ്ചികമായിട്ട് മീറ്റ് ചെയ്തിട്ട് കണ്ടുമുട്ടിയതാണ്. എവിടെ ജൂഹിയടാ? അപ്പോൾ ഒരു ബൈ. അതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ അല്ലേ, കവ്യ വീഡിയോ. ഓക്കെ, സോ വി ആർ ഗോയിങ് ബാക്ക്. സീ യു ഗൈസ്, ബൈ. നിന്നെ പറയാൻ വിടില്ല നമ്മൾ. സോ ഇതാണ് നമ്മളെ ലാസ്റ്റ് സ്റ്റോപ്പ്. അവസാനിപ്പിക്കുന്ന കാണിക്കണ്ടേ?
അതന്നെ ഇതോടുകൂടെ അവസാനിച്ചു ഗൈസ്. ഞങ്ങൾ ഇനിയിപ്പോൾ ഫുഡ് അടിച്ചത് ഞങ്ങളെല്ലാവരും ഓരോ ദിക്കിലേക്ക് പിരിയും. അപ്പം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ലുംനോയ് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻ്റ് ആണ്. ലുംനോയ് റെസ്റ്റോറൻറ്റ്. ആരും ഇല്ലല്ലോ. മീനുള്ള ടോയ്ലറ്റ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കട്ടെ. അതായത് നമ്മള് ടോയ്ലറ്റ് പോകുന്ന സമയത്ത് സൈഡിലൂടെ ഇങ്ങനെ ഫിലോപ്പി ഇങ്ങനെ പോകുന്നതാണ്. അങ്ങനത്തെ എവിടെ ലുംനോയ്. കാണാൻ നിങ്ങളെ അതുകൊണ്ട് ലാസ്റ്റ് തിന്നാൻ പറ്റാണ്ട് പിന്നെ ഓർഡർ മേടിക്കാം. എടുക്കട്ടെ അതല്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ കാവ്യായി വ്ളോഗ്. അപ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ആൻഡ് വേണ്ടതൊക്കെ ചെയ്യുക. ആൻഡ് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വ്ളോഗുമായിട്ട് വരുന്നത് വരെ സീ യു.